ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. നമുക്ക് ഒരു കപ്പ കുഴച്ചതും മീൻ കറിയും തയ്യാറാക്കാം. ഒരു പാരമീനാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് കപ്പ കറി വയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. മീൻ കറി വയ്ക്കുന്നതും നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് കപ്പ നല്ലപോലെ തിളപ്പിച്ച് വേവിച്ചെടുക്കണം. ആദ്യം കുറച്ച് തിളച്ച് വേവാറാകുമ്പോൾ ആ വെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വെള്ളം ഒഴിച്ച് തിളപ്പിക്കണം. ഈ കപ്പയ്ക്ക് ഒരു കട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമുക്കത് ഊറ്റിക്കളഞ്ഞിട്ട്, ഇതിന് കയ്പില്ല, വേറെ എന്തോ കട്ടെന്നാണ് പറയുന്നത്. പക്ഷെ നല്ല കപ്പയായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഊറ്റിക്കളഞ്ഞിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് ഊറ്റിയെടുക്കാം. ആദ്യത്തെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് രണ്ടാമത്തെ വെള്ളം ചേർക്കുന്നത് ചൂടുവെള്ളം തന്നെ ചേർക്കണം. അല്ലെങ്കിൽ കപ്പ വെന്തതങ്ങ് കല്ലായിപ്പോവും, കട്ടിയായിപ്പോവും. അപ്പം നല്ല ചൂടുവെള്ളം തന്നെ ചേർത്ത് വീണ്ടും തിളപ്പിച്ച് ഊറ്റണം. നമുക്ക് അതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. നമുക്ക് വലിയൊരു തേങ്ങയുടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, വെളുത്തുള്ളി, കാന്താരി മുളക്. കുറച്ച് കാന്താരി മുളക് ഉണ്ടെങ്കിലും അത് ചതച്ചാലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നമുക്കൊരു മൺചട്ടിയിലോട്ട് അരപ്പ് ചേർക്കാം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവും താളിച്ച് നമുക്ക് അരപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഊറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കപ്പ ചേർക്കാം. കപ്പയും അരപ്പും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. കപ്പ കുഴച്ചു എന്നാണ് പറയുന്നത്. ഈ കപ്പ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കപ്പയാണ്. ഇത് വാങ്ങിയ സ്ഥലം ശാസ്താംകോട്ടയിൽ നിന്നാണ്. നമുക്ക് അവിടെ നല്ല നാടൻ കപ്പയും നാടൻ പഴമൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. അവിടെ നല്ല വെന്ത കപ്പയാണ്. ഒരു കയ്പ്പ് രസം ഒന്നുമില്ലായിരുന്നു. അപ്പം നമ്മൾക്ക് ആ കാന്താരി എല്ലാം ചേർത്തുകൊണ്ട് നല്ല മണമുണ്ട്. അപ്പം നമുക്കിനി കപ്പ റെഡി ആയിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്താണ് കടുക് വറുത്തിരിക്കുന്നത്. നമുക്കിനി മീൻ കറി തയ്യാറാക്കാം. പാരമീനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് നല്ലപോലെ തേങ്ങ ചേർത്ത് അത് നല്ലപോലെ കറി വയ്ക്കാം. നമുക്കതിന് കുറച്ചേറെ തേങ്ങ എടുത്തിട്ടുണ്ട്. കപ്പ കഴിക്കണമെങ്കിൽ കുറച്ച് ഗ്രേവി കൂടുതൽ വേണം. നമ്മളതിനെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടെ നമ്മളൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് പുളിയും എടുത്തു വെച്ചിട്ടുണ്ട്. ചട്ടിയിൽ എണ്ണ ചേർത്തിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും നമ്മുടെ പച്ചമുളകും കൂടെ കീറി അതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് എണ്ണയൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. മീൻ്റെ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. പുളിയും ചേർത്ത് നമുക്കൊന്ന് നല്ലപോലെ ചട്ടിയിൽ ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അത് വേണ്ടുന്ന ഉപ്പും മീൻ ചേർത്തതിന് ശേഷം ചേർത്താലും മതിയാവും. കുറച്ചുപ്പ് ആദ്യം വേണമെങ്കിലും ചേർക്കാം. ഉപ്പും ചേർത്ത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമ്മുടെ മീൻ വെട്ടി വെച്ചിരിക്കുന്ന മീനും കൂടെ ചേർക്കാം. ആവശ്യമുള്ള വെള്ളം ആദ്യം തന്നെ ചേർത്ത് തിളപ്പിക്കണം. കപ്പയൊക്കെ കഴിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ഗ്രേവി കൂടുതലിരുന്നാലും നല്ലതാണ്. നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമ്മുടെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീനും കൂടെ ചേർക്കാം. ഇതിന് മത്തിയാണ് കപ്പ കഴിക്കാൻ ഏറ്റവും രുചികരവും ഗുണമുള്ളതും. മത്തി ഗുണം ചാളയെന്നും പറയും, മത്തിയെന്നും പറയും. ഇത് പാരമീനാണ്. നമുക്കെല്ലാം നല്ലപോലെ ചേർത്ത് ഒന്ന് തിളപ്പിച്ച് ഉപ്പൊക്കെ നോക്കി നമുക്കൊന്നൊരു 20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ആദ്യം കുറച്ച് തിളച്ച് കഴിയുമ്പോൾ സിമ്മിൽ വെച്ച് നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കണം. മീൻ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി ഉപ്പൊക്കെ മതിയോ എന്ന് നോക്കാം. ഉപ്പ് എരിയൊക്കെ മതിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് പകുതി ഒന്ന് അടച്ച് വേണം മീൻ വേവിക്കാൻ. നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് നമുക്കൊന്ന് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. നമുക്കൊന്ന് ഒരു സിമ്മിൽ വെച്ച് ഒരു 10-20 മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. നല്ലപോലെ തിളച്ച് മീൻ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് സിമ്മിൽ വെച്ച് ഒരു 5 മിനിറ്റും കൂടെ വെച്ചാൽ മതിയാവും. നമുക്കിനി കറിവേപ്പിലൊക്കെ ചേർത്ത് നമ്മുടെ മീനിവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പയും റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ആഹാരമാണ് കപ്പയും മീൻകറിയും. മീൻകറി കൂട്ടി വേണം കപ്പ കഴിക്കാൻ. ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ളതായതുകൊണ്ട് ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്ക് ഇത് കപ്പ നല്ലപോലെ കഴിക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പയും മീൻകറിയും റെഡി ആയിട്ടുണ്ട്.
നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പലപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക.